പലരും പറയുന്നത് ഈ മോട്ടിവേഷനൊക്കെ പറയാനേ ഉള്ളൂ എന്നാണ്. ഇപ്പൊ ഞാനത് എൻ്റെ ജീവിതത്തിലൂടെ ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇൻസ്പിറേഷനായി പലരും വന്ന് പഠിച്ച് ലൈസൻസ് എടുത്ത കുറേയധികം ആൾക്കാർ എന്നോട് അവരുടെ ആ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നമസ്കാരം. ഇന്നത്തെ നമ്മുടെ അതിഥി രാധാമണി എന്നു പേരുള്ള മണിയമ്മ. മണിയമ്മ നമ്മുടെ തോപ്പുംപടിയിലാണ് A to C എന്ന ടെക്നിക്കൽ ആൻഡ് ഡ്രൈവിംഗ് ഹെവി എക്യുപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന പ്രധാനിയാണ്. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഏകദേശം 72-3 അടുത്തെത്തി നിൽക്കുന്ന 25 വയസ്സിന്റെ ചുറുചുറുക്കുള്ള പ്ലഷർ ഓടുകൂടി പ്രഷർ ഇല്ലാതെ പ്ലഷർ ഇഷ്ടപ്പെടുന്ന ഒരു വണ്ടർ വുമൺ ഓഫ് ഇന്ത്യ. എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ഈ 15 മുതൽ 17 വരെയുള്ള ഹെവി വെഹിക്കിൾസ് ലൈസൻസ് കിട്ടുന്ന ആദ്യ വനിതയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 1979 ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്തു. 81 വളരെ ശക്തമായി ഫൈറ്റ് ചെയ്ത് 81 ലൈസൻസ് കരസ്ഥമാക്കി. മണിയമ്മ, സ്വാഗതം. ഗ്ലോബൽ ഇന്ത്യൻ ന്യൂസിലേക്കും ഹാപ്പിനെസ് മാജിക് ബൈ ഹരി എന്ന ചാനലിലേക്കും സ്വാഗതം. എങ്ങനെയാണ് ഈ ഡ്രൈവിംഗിൽ ഒരു ഹരമുണ്ട്, ഈ ഡ്രൈവിംഗ് ആണ് എനിക്ക് പറ്റിയ മേഖല എന്ന് മനസ്സിലാക്കിയത്? കൊച്ചിലെ മുതലുള്ള ആഗ്രഹമായിരുന്നു. അങ്ങനെ എങ്ങനെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് എത്തിയത്? എന്റെ ആഗ്രഹമല്ല സർ, എനിക്കൊരു ആഗ്രഹവും ആയിരുന്നില്ല. വണ്ടിയില് ഞങ്ങള് ഗ്രാമപ്രദേശത്ത് ഉണ്ടായിരുന്നതാണ്. വണ്ടി തന്നെ അധികം കണ്ടിട്ടില്ലാത്ത കൂട്ടത്തിലായിരുന്നു. ഹസ്ബൻഡിന്റെ ഒരു ആഗ്രഹം, പുള്ളി ഭയങ്കര ഒരു വീക്ഷണമുള്ള ആളായിരുന്നു. അപ്പൊ ആ ഒരു നിലയ്ക്കാണ് അന്ന് കാറൊക്കെ വീട്ടിലുണ്ടായിരുന്നപ്പോ ഒന്ന് ലൈസൻസ് എടുപ്പിച്ചതാണ് എന്നെ കൊണ്ട് നിർബന്ധമായിട്ടും. പിന്നെ നമ്മുടെ ജീവിതത്തിൽ അതൊരു ഉപകാരപ്രദമായി. ഹെവി ഡ്രൈവിംഗ് സ്കൂള് നടത്താനുള്ള ഒരു ലൈസൻസ് എന്റെ പേരിലാണ് കേരളത്തിൽ ആദ്യമായിട്ട് കിട്ടിയത്. ഹെവി ഡ്രൈവിംഗ് സ്കൂൾ ഉണ്ടായിരുന്നില്ല, അത് കേരളത്തിൽ അനുവദിച്ചു. അതായത് നമ്മള് കേസൊക്കെ കൊടുത്തിട്ടാണ് ആ ഡ്രൈവിംഗ് സ്കൂൾ നമുക്ക് അനുവദിച്ചു കിട്ടിയത്. ആദ്യമായിട്ട് കേരളത്തിലെ ഹെവി ഡ്രൈവിംഗ് സ്കൂൾ എന്റെ പേരിലാണ് കിട്ടിയത്. അത് ശരി. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ വനിതയല്ലേ ഇത്രയും ഹെവി വെഹിക്കിൾ ലൈസൻസുകളുള്ള? അതറിയില്ല സർ. ഇന്ത്യയിലെ എന്റെ റെക്കോർഡിൽ കേറിയിട്ടുണ്ട്. ഓക്കെ. എത്ര ലൈസൻസുകളുണ്ട് ഇപ്പോ? 11 ലൈസൻസുകൾ. ഏത് വലിയ വണ്ടിയും ഓടിക്കും? ഇപ്പൊ അങ്ങനെയൊക്കെ ഓടിച്ചു തുടങ്ങി. ഇതിപ്പം ഈ വലിയ വണ്ടി ഓടിക്കുന്നതിന് വലിയ ആരോഗ്യമൊക്കെ വേണോ, അതോ നമുക്ക് നമ്മുടെ കൈവഴക്കവും ഡ്രൈവിംഗ് പാരമ്പര്യവും മതിയോ? വലിയ ആരോഗ്യം വേണം. ട്രെയിലറൊക്കെ ഓടിക്കണമെങ്കിൽ കുറച്ച് ആരോഗ്യം വേണം. ബാക്കിയുള്ള വണ്ടിക്കൊന്നും അത്ര ആരോഗ്യം വേണമെന്നില്ല. ഇപ്പൊ പണ്ടത്തെ പോലെയുള്ള ബുദ്ധിമുട്ടുള്ള വണ്ടികളല്ല. സ്റ്റിയറിങ്ങും കാര്യങ്ങളും ഗിയറും ഒക്കെ നല്ല സ്മൂത്തായിട്ടുള്ളതാണ്. ഇലക്ട്രിക് വാഹനങ്ങളുണ്ട്. അങ്ങനെ അത്ര കഷ്ടപ്പാടില്ല വണ്ടി ഓടിക്കാൻ. ഇതുവരെ ഓടിച്ചിട്ടുള്ളതില് ഏറ്റവും വലുതെന്ന് പറയുന്നത് ട്രെയിലറാണ് സർ. ട്രെയിലർ കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ള വണ്ടി ട്രെയിലറാണ് കൈകാര്യം ചെയ്യുന്നത്. ഏറ്റവും എളുപ്പമുള്ള വണ്ടി ഏതാ ഈ വലിയ വെഹിക്കിൾസിന്റെ കൂട്ടത്തില്? എനിക്ക് ഫോർക്ക് ലിഫ്റ്റ് ഒക്കെയാണ്, ഹൈ റീച്ച് ഒക്കെ വളരെ ഈസി ആയിട്ട് തോന്നുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര നാളായി? ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയിട്ട് ഈ 79 തുടങ്ങിയാണ്. ഇപ്പൊ എത്ര കുട്ടികളുണ്ട്? ഏതൊക്കെ എല്ലാ കാറ്റഗറിയിലും കുട്ടികളെ കിട്ടുന്നുണ്ട്? എല്ലാ കാറ്റഗറിയിലും കുട്ടികളുണ്ട്. സ്ഥിരമായിട്ടല്ലല്ലോ കുട്ടികൾ. ഇത്ര ഒരു 2 മാസം 3 മാസത്തിനുള്ളിൽ കുട്ടികൾ ഇങ്ങനെ പഠിച്ചു പോയിക്കൊണ്ടിരിക്കുവാണ്. ഇപ്പൊ കൂടുതലും പ്രായമുള്ളവരൊക്കെയാണ് ഈ ട്രെയിലറും കൂടുതലും പുറത്തോട്ട് പോകാനും വളരെ ചാൻസസ് ഉണ്ട്. കൊറോണ വന്ന് നമുക്ക് കുറെ ചാൻസ് നഷ്ടപ്പെട്ടിരുന്നു. ഇപ്പൊ പുതിയ ചാൻസസ് വന്ന ഫോർക്ക് ലിഫ്റ്റ്, വീൽ ലോഡർ, ടെലിഹാൻഡലർ അങ്ങനെയുള്ള ആ വാഹനങ്ങൾക്കൊക്കെ ധാരാളം ചാൻസസ് ഉണ്ട്. അപ്പൊ നമ്മളുടെ അടുത്ത് റിക്രൂട്ട്മെന്റ് ചെയ്യാൻ വന്നവര് നമ്മളുടെ വണ്ടിയും നമ്മളുടെ സ്ഥലവും ഒക്കെ ചോദിക്കും. അങ്ങനെ ഞങ്ങൾക്ക് കുറച്ചുകൂടി ഒരു നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. ഈ ഹസ്ബൻഡ്
നിർബന്ധമായിട്ട് ലൈസൻസ് എടുക്കണമെന്ന് പറഞ്ഞു, ശരിയാണ്. പക്ഷെ അതിനുശേഷം ഒരു ഹരമായി മാറിയോ? എങ്ങനെയായിരുന്നു എൻ്റെ? അത് അദ്ദേഹം 2004 പാസ്ഡവൻ. അതിനുശേഷം ഓ 2014 ആയപ്പോഴാണ് അത് നമുക്ക് ആവശ്യമായിട്ട് വരുള്ളൂ സാർ. ആ അങ്ങനെ എത്തിപ്പെട്ടതാണ്. അത് ശരി, അത് ശരി. അങ്ങനെ വേണ്ടി വന്നു, അത് നമ്മൾ ഏറ്റെടുത്തു, പിന്നെ അതെ, അതൊരു ജീവിതത്തിന്റെ ഭാഗമായി മാറ്റി അല്ലേ? അല്ലാതെ അത്ര വലിയ ആരോ അങ്ങനെ ഒരു തോട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ആ പക്ഷേ അങ്ങനെ ചെയ്യേണ്ടി വന്നു. അങ്ങനെ ആക്കിയതാണ്. ഞാൻ ഇടയ്ക്ക് കേട്ടു മണിയമ്മ പറയുന്നതേ, ഈ ആളുകൾ റോഡിലാണ് സമയം കണ്ടെത്തുന്നത്, നേരത്തെ ഒരു കാലത്തും ഒരു സമയത്തും ഇറങ്ങൂല. അതെങ്ങനെയാണ്? അതെ സാർ, ഇപ്പോഴത്തെ എല്ലാ മക്കളും, അത് മക്കള് ഒരാളും കറക്റ്റ് സമയത്ത് ഇറങ്ങാൻ, ഒരാളും എന്നല്ല, കുറച്ചധികം പേര് അവര് ഓട്ടത്തിലാണ് സമയം കണ്ടെത്തുക. വീട്ടിൽ നിന്ന് ഇറങ്ങാതെ അത് ഓടി തീർക്കുക എന്നുള്ളതാണ്. അപ്പൊ കുറച്ച് റാഷ് ഡ്രൈവിംഗ് ഒക്കെ ഉണ്ടാവും. ആക്സിഡൻസ് അതുകൊണ്ടായിരിക്കാം. അത് അശ്രദ്ധ കൊണ്ട് തന്നെയാണ് ആക്സിഡൻസ് കൂടുതലും ഉണ്ടാകുക. ഡ്രൈവിംഗ് പഠിക്കാത്തവരാണെങ്കിൽ കുറച്ചും കൂടി സൂക്ഷിച്ചേ വണ്ടി ഓടിക്കുള്ളൂ. ഇത് എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ റാഷ് ഡ്രൈവിംഗ് ഉണ്ടാക്കുന്നത്. ഈ പഠിക്കാൻ വരുന്ന കുട്ടികളോട് എന്താണ് പറയാനുള്ളത്? നല്ല നല്ല കുട്ടികളാകുക, നല്ല ഡ്രൈവേഴ്സ് ആകുക. ഈ റോഡിലുള്ളവരും രാജ്യത്തുള്ളവരും എല്ലാം നമ്മളുടെ സഹോദരങ്ങളും മക്കളുമാണെന്ന് വിചാരിക്കുക. ആർക്കും ഒരാപത്തും വരാത്ത രീതിയിൽ നമ്മൾ അത് കൈകാര്യം ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഈ A-C ഹെവി എക്യുപ്മെന്റ് ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലേ? A മുതൽ Z വരെ ഉള്ള എല്ലാ കാര്യങ്ങളും ഹെവി എക്യുപ്മെന്റ്സിനെ കുറിച്ച് പഠിപ്പിക്കും എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത അല്ലേ? അതെ, തോപ്പുംപടിയാണ് അല്ലേ സ്ഥിതി ചെയ്യുന്നത്? ഈ എല്ലാ ഹെവി എക്യുപ്മെന്റ്സ് ആയിട്ടുള്ള വെഹിക്കിൾസും ബസ് ഉൾപ്പെടെ അവിടെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ, നിങ്ങൾക്ക് സ്വന്തമായിട്ട്? എല്ലാ വാഹനങ്ങളും ഉണ്ട്. ഞങ്ങൾക്ക് ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയും കൂടി ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ വാഹനങ്ങളും ഞങ്ങൾക്ക് ആവശ്യമായിട്ട് വരും. അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള വണ്ടികളും ഉണ്ട്. ഇപ്പൊ റോഡിൽ ഇറങ്ങിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള വണ്ടികളും ഉണ്ട്. ഈ ഹെവി വെഹിക്കിൾസ് പഠിക്കുന്നത് കൊണ്ട് ജോലി സാധ്യതകൾ ഇപ്പൊ ഒരുപാടുണ്ടോ? ധാരാളം ഉണ്ട്, ധാരാളം. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം കുറഞ്ഞവരൊക്കെ ആയിരുന്നു ഈ ഡ്രൈവിംഗ് പണിക്ക് വന്നിരുന്നത്. ഇപ്പൊ ആ ഒരു രീതിയില്ല. എല്ലാ കുട്ടികളും ഇപ്പൊ പുറത്തോട്ടൊക്കെ പോകുന്ന എല്ലാ കുട്ടികളും ലൈസൻസ് എടുത്തിട്ട് പോണത് അവിടെ ചെന്നാൽ അവർക്കൊരു തൊഴിലും ആവും, അവർക്ക് പഠിക്കുകയും ചെയ്യാം. അങ്ങനെയുള്ള കൺസെപ്റ്റ് ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഇതൊക്കെ പഠിച്ചിട്ട് പോയാൽ അവർക്ക് പുറത്തു പോയി ജോലി ചെയ്യാനും അതിനനുസരിച്ച് പഠിക്കാനും സാധിക്കും. നല്ല ശമ്പളത്തോടു കൂടി തന്നെ ജോലി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നല്ല ശമ്പളത്തോടു കൂടി നല്ല ശമ്പളമുള്ള ജോലികളും ഉണ്ട്. എക്സ്പീരിയൻസ് ഉള്ളവർക്ക് കുറച്ച് ട്രെയിലറിലൊക്കെ കൂടുതൽ ചാൻസസ് ഉണ്ട്. ധാരാളം ആൾക്കാരെ നമ്മളുടെ ഇവിടെ വന്ന് റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. നമ്മളല്ല റിക്രൂട്ട് ചെയ്യുന്നത്, നമ്മളല്ല, അത് അറബിയും ആൾക്കാരും ഒക്കെ ആയിരിക്കും. പക്ഷെ ധാരാളം പേരെ ഇപ്പൊ എടുത്തോണ്ട് പോണുണ്ട്. അവർക്ക് ആവശ്യത്തിന് ആളെ കിട്ടണില്ലെന്നാണ് പറയണത്. ഈ വിദേശ കമ്പനികളൊക്കെ എങ്ങനെ അറിഞ്ഞാണ്? ഞാൻ കണ്ടു വിദേശ കമ്പനി വന്നിട്ട് ഓസ്ട്രേലിയയിൽ നിന്ന് എവിടെ നിന്നാണ് വിദേശ കമ്പനികൾ വന്ന് അവിടെ ഒന്ന് റിക്രൂട്ട് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടു. നേരത്തെ തന്നെ A-Z എന്ന് പറഞ്ഞാൽ കുറച്ച് നേരത്തെ എല്ലാം കൊറോണക്ക് മുമ്പേ പുറത്തോട്ട് പോകുന്നത് കൂടുതലും ആൾക്കാർ A-Z പഠിച്ചവരായിരിക്കും. അങ്ങനെ അവര് മുഖാന്തിരം നമ്മൾ അറിഞ്ഞ് അങ്ങനെ A-Z കമ്പനി അന്വേഷിച്ചു വന്ന് അങ്ങനെ നമ്മളുമായിട്ട് ഒരു ടൈപ്പ്. ഇപ്പൊ എന്റെ കൊച്ചുമോൻ എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇതിന് മാർക്കറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുവാണ്. ഈ മാർക്കറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത് നമുക്ക് കൂടുതൽ അറിയാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അല്ല, ഏത് കമ്പനിയാണ്? ഓസ്ട്രേലിയ എന്നുള്ള കമ്പനിയാണ് നേരിട്ട് വരികയും അത് വേറെ പല സ്ഥലങ്ങളിൽ DP വേൾഡ് എന്ന് പറഞ്ഞ ദുബായ് പോർട്ട്, അങ്ങനെ പല സ്ഥലത്തുനിന്നും വരുന്നുണ്ട് സാർ. ഒരു സ്ഥലത്തുനിന്ന് മാത്രമല്ല. ഒരു വാട്സാപ്പിൽ അങ്ങനെ ഒരു മെസ്സേജ് കൊടുക്കും, ഇത്രാം തീയതി ഇന്ന സ്ഥലത്ത് ഇങ്ങനെയുണ്ട് എന്ന് പറയുമ്പോ നമ്മളുടെ അടുത്തുനിന്ന് പോയവരും അല്ലാത്തവരും ആ ഇന്റർവ്യൂവിലൊക്കെ പങ്കെടുക്കും. പക്ഷെ എല്ലാവരും ക്വാളിഫൈഡ് ആവില്ല. അത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ അവരെടുക്കും. മണിയമ്മയ്ക്ക് ദേഷ്യം വരാറുണ്ടോ ചില കുട്ടികൾ വേണ്ട രീതി പഠിക്കാതിരിക്കുമ്പോ? ഇല്ല സാർ, ഞാനിപ്പോ അങ്ങനെ പഠിപ്പിക്കലൊന്നും ഇല്ല. ഓഫീസിലിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, അത്ര
എല്ലാ ജോലിയും ചെയ്യും. അത് ഒന്നിലും പൂർണ്ണമായിട്ടില്ല. പുഞ്ചിരിയാണ് നമ്മുടെ മുദ്രാവാക്യം. അതെ അതെ. എത്ര 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 കുട്ടികളാണ് മണിയമ്മയ്ക്ക്? എനിക്ക് 3 മക്കളാണ്, 2 ആൺകുട്ടികളും 1 പെൺകുട്ടി. അച്ഛന്റെ ആഗ്രഹവും അച്ഛന്റെ വഴിക്കുമാണ് എല്ലാവരും നീങ്ങിയിട്ടുള്ളത്. അപ്പൊ അച്ഛന് ആഗ്രഹം ഈ ഇതിലായിരുന്നു. അപ്പൊ മകളെയും ആദ്യത്തെ കേരളത്തിലെ ഡിപ്ലോമ സ്റ്റുഡന്റ് ആണ് എന്റെ മകള്. ഡ്രൈവിംഗ് സ്കൂൾ നടത്തുവാണ് കോട്ടയം ഡിസ്ട്രിക്റ്റില്. ഡ്രൈവിംഗ് സ്കൂളൊക്കെ തുടങ്ങി കൊടുത്തത് ഫാദറാണ്. മൂത്ത മകൻ മിലന്റെ മകനാണ് അരവിന്ദ് മിലൻ. ഓ അത് ശരി അത് ശരി. പിന്നെ വിജിലാല് ഡ്രൈവിംഗ് സ്കൂളിലും കൺസ്ട്രക്ഷൻ കമ്പനിയും നന്നായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. എല്ലാം കൂടെ മാനേജ് ചെയ്താണ് A to C എന്നുള്ള ബിൽഡിങ്ങിന്റെ പടമൊക്കെ ഞാൻ കണ്ടു അല്ലേ? അതിനകത്ത് തന്നെയാണ് എല്ലാ ഓഫീസും വർക്ക് ചെയ്യുന്നത്. എല്ലാവരും ഇതിന്റെ അകത്ത് ഇൻക്ലൂഡിംഗ് സാർ. ഏതായാലും പ്രത്യേകതയുള്ള പേരാണ്, പ്രത്യേകതയുള്ള കമ്പനിയാണ്. A മുതൽ Z വരെയുള്ള ഹെവി വെഹിക്കിൾസിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും മനസ്സിലാക്കുവാനും പഠിക്കുവാനും നല്ലൊരു എക്സ്പേർട്ട് ഡ്രൈവർ ആവാനും പുതിയ ജോലി സാധ്യതകൾ തേടി പോകാനും എല്ലാം ഉപകരിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് A to C. മണിയമ്മയുടെ സാന്നിധ്യം അതിന് ഒരു പൊൻ തൂവലാണ്. ഇങ്ങനെയുള്ള ഈ സമയത്തൊക്കെ ഇപ്പോഴും ആ സന്തോഷത്തോടു കൂടി സ്നേഹത്തോടെ മറ്റുള്ളവർക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുത്തുകൊണ്ട് ചെയ്യുമ്പോഴാണ് മറ്റുള്ളവർക്ക് ഇത് കണ്ടിട്ട് പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഡ്രൈവിംഗ് കാലഘട്ടത്തിൽ ഏറ്റവും വിഷമകരമായ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? ദൈവസഹായത്താൽ അങ്ങനെയുള്ള ചെറിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നല്ലാതെ ബസ് സർവീസ് നടത്തിയിരുന്നപ്പോൾ ഞങ്ങൾക്ക് കുറെ കഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. ബസ് സർവീസ് ഉണ്ടായിരുന്നു ആദ്യം. അപ്പോ കുറച്ചൊക്കെ ഇൻസിഡൻസ് ഉണ്ടായിരുന്നു. അത് നമുക്ക് സഹിക്കാവുന്നതിലും വളരെ പോസ്റ്റിൽ തലയിടിച്ചിട്ട് തല തെറിച്ചു പോവുക, വണ്ടി ഓടിച്ചിട്ട് റോട്ടിൽ വണ്ടി ഉരുട്ടി കളിച്ച കുട്ടികളുടെ ദേഹത്തോട്ട് വണ്ടി വരിക, അങ്ങനെയൊക്കെ ഉള്ളത് ബസ് സർവീസ് നടത്തിയിരുന്നപ്പോ ഉണ്ടായിരുന്നു. പിന്നെ പറയത്തക്കതായ ഒരു ആക്സിഡൻസും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. അത് ദൈവത്തിന് നന്ദി പറയും. പ്രായഭേദമന്യേ ലിംഗഭേദമന്യേ എല്ലാവർക്കും ചെയ്യാവുന്ന ഓടിക്കാവുന്ന കാര്യമാണ് ഹെവി വെഹിക്കിൾസ് അല്ലേ? അതെ അതെ തീർച്ചയായിട്ടും. ഇപ്പൊ പെൺകുട്ടികളും പഠിക്കാൻ ട്രെയിലർ വരെ പഠിക്കാൻ വരുന്നുണ്ട് സർ. ഇപ്പൊ ജർമ്മനി ഒരു ലേഡി ട്രെയിലർ പഠിച്ച് ജർമ്മനിയിൽ ജോലിയായി പോയി. ഇപ്പൊ ഒരു കുട്ടി ട്രെയിലർ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സർവ്വസാധാരണമായി തുടങ്ങിയിട്ടുണ്ട്. ഈ ഡ്രൈവിംഗ് ജോലിയിലേക്ക് വരുന്നവര്, ഡ്രൈവിംഗ് പഠിക്കാൻ വരുന്നവരോട് മണിയമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? അവനവന് താല്പര്യമുള്ള, അതായത് താല്പര്യമുള്ളത് ചെയ്യാൻ, ക്ഷമയോടുകൂടി ചെയ്യാൻ, ഒരു എന്താ പറയാ, നമുക്ക് അതിനോടൊരു ആത്മാർത്ഥത ഉണ്ടാവണം. എന്ത് പാഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. എന്തെങ്കിലുമൊക്കെ അവിടെ സഹിക്കേണ്ടി വരും, അല്ലാതെ എല്ലാം വലിയ സ്മൂത്ത് ആയിട്ടൊന്നും പോകൂല. എന്നാലും നമ്മൾ വിചാരിക്കുന്ന കാര്യം നമ്മൾ അത് നേടിയെടുക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഡിറ്റർമിനേഷൻ, ആത്മാർത്ഥത, സ്ഥിരോത്സാഹം, പിന്നെ എവിടെയും എത്തപ്പെടാനുള്ള ഒരു ആഗ്രഹം, അഭിവാഞ്ച അല്ലേ? അതെ. ഇത് ഉണ്ടെങ്കിൽ നമുക്ക് എന്തും നേടാനാവും എന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് മണിയമ്മ. ഏതായാലും ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് വളരെ വളരെ നന്ദിയുണ്ട്. എൻ്റെ പേര് ഹരി നമ്പൂതിരി എന്നാണ്. ഞാനിപ്പോൾ അമേരിക്കയിൽ ടെക്സസിൽ നിന്നാണ് സംസാരിക്കുന്നത്. അമേരിക്കയിലെ ടെക്സസ് എന്ന് പറയുന്ന സംസ്ഥാനത്ത് നിന്നാണ് സംസാരിക്കുന്നത്. എൻ്റെ കൂടെ ഞങ്ങളുടെ ടെക്നിക്കൽ ഡയറക്ടറും സുഹൃത്തുമായ സാജൻ ഉണ്ട്. ഒത്തിരി സന്തോഷം പരിചയപ്പെടാൻ പറ്റിയതിൽ. ഞാനിവിടെ കാലിഫോർണിയയിലാണ്. ഞാൻ കണ്ണൂര് സ്വദേശിയാണ്. നാട്ടില് ഒത്തിരി യൂട്യൂബ് വീഡിയോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പരിചയപ്പെടാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. മണിയമ്മയെ പോലുള്ള മണിമുത്തുകളാണ് നമ്മളെ എപ്പോഴും നയിക്കേണ്ടത്. ഇവരല്ലേ നമ്മളെ എല്ലാം വഴികാട്ടിയാവേണ്ടത്.
ഇതുപോലുള്ള വഴികാട്ടികളാണ് നമുക്ക് ഒരു പുതിയ പന്ഥാവ് വെട്ടിത്തെളിക്കുവാൻ അവസരമുണ്ടാക്കി തരുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എഗെയിൻ ഞാൻ ഒന്നുകൂടെ പറയട്ടെ, പ്രഷറോടുകൂടി പ്രഷർ ഇല്ലാതെ പ്ലഷർ ഓടിക്കുന്ന മണിയമ്മയ്ക്ക് ആരോഗ്യവും സന്തോഷവും സ്നേഹവും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.